മീഡിയ വണ്ടെ തെരഞ്ഞെടുപ്പ് പര്യടനമായ തീപ്പാറും മണ്ഡലം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സണ്ണി ജോസഫിനൊപ്പം നൌഫലും ദിവ്യയും ചേരുന്നു തത്സമയം. അതെ, നമ്മൾ പേരാവൂർ മണ്ഡലത്തിലാണ് ഉള്ളത്. പേരാവൂർ മണ്ഡലത്തിലൂടെ യാത്ര തുടരുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് UDF സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫാണ്. സ്വാഗതം. 2011 പേരാവൂർ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിച്ച KK ശൈലജ ടീച്ചറാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. അപ്പോൾ മത്സരം കടുത്തതാണോ? മത്സരം UDFനെ സംബന്ധിച്ച് അനായാസേന നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിക്കും. പ്രചരണമൊക്കെ നല്ല പ്രചരണം നടക്കുന്നു. വാർത്താ മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ പേരാവൂര് ശ്രദ്ധിക്കപ്പെടുന്നു. എന്താണ് കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട UDF പാർലമെന്റ് ഇലക്ഷനിൽ 23,000 വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലയും അറിയാം. എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. UDF അതിശക്തമാണ്. ജനങ്ങൾ ഈ സർക്കാരിന് എതിരാണ്. സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പാർലമെന്റും തദ്ദേശമൊക്കെ പോട്ടെ, ഒരു 3000 വോട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള ഭൂരിപക്ഷമാണ് എപ്പോഴും ലഭിക്കാറുള്ളത്. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ആ 3000 വോട്ട് വളരെ നിർണായകമാണ്. ഒരു വട്ടം 2014 8,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 10,000-ന്റെ മുകളിൽ പോകും ഭൂരിപക്ഷം. താങ്കൾക്ക് മുക്കുമൂലം അറിയാം, സമ്മതിച്ചു. പക്ഷേ ശൈല ടീച്ചർ പറയുന്നത് അവരുടെ നാടാണ്, അതുകൊണ്ട് തന്നെ അവർക്കും എല്ലാം അറിയാം, അവരെയും എല്ലാം അറിയാം. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ സണ്ണി ജോസഫിനെ നേരിടാൻ മട്ടന്നൂർ MLA ആയ KK ശൈലജ ടീച്ചർ ഇങ്ങോട്ട് തീരുമാനിച്ചതിനെ കൊണ്ടുവന്നതിനെങ്കിലും അത് അവരാ പറയേണ്ടത്. KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം 60,000 ഭൂരിപക്ഷം നേടിയ ഞാൻ മുഖ്യമന്ത്രി വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. നോമിനേഷൻ കഴിഞ്ഞു പോയല്ലോ. മുഖ്യമന്ത്രി വന്നാലും പിന്നെ പേരാവൂരിൽ ജയിച്ച് കയറും. മുഖ്യമന്ത്രി കേരളത്തിലെ CPMന്റെ ആര് വന്നാലും പേരാവൂർ UDF ജയിക്കും. ഒരു തർക്കമില്ല. നമുക്ക് കുറച്ച് KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അതായത് ഇപ്പോ തളിപ്പറമ്പ് നമ്മള് MK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ അവിടെ അതിന് UDFൽ തന്നെ ഒരു വിമതനം ഉണ്ടാകുന്നു. കൊയ്യം മത്സരിക്കാൻ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് പാർട്ടിയെ ബാധിക്കില്ല. കൊയ്യം നിയോജകമണ്ഡലംകാരനല്ല, തിരുക്കൂർ നിയോജകമണ്ഡലംകാരനാണ്. അത് എന്നോട് പറഞ്ഞത് നോമിനേഷൻ പിൻവലിക്കുന്ന പറഞ്ഞത്. പക്ഷെ KC ഉൾപ്പെടെ ഇടപെട്ടിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായി. അദ്ദേഹം കൊയ്യം തന്നെയാണ് ഈ TK ഗോവിന്ദനെ പ്രോത്സാഹിപ്പിച്ചത്. TK ഗോവിന്ദനെ പ്രോത്സാഹിപ്പിച്ച അവസാനം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹം പിൻവലിക്കുമെന്ന് ഉറപ്പ് താങ്കൾക്ക് ലഭിച്ചു? അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. നേരിട്ട് സംസാരിച്ചത് അങ്ങനെയാണ്. പിൻവലിച്ചില്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചപ്പോ അതൊന്നും മെറ്റീരിയൽ അല്ല. ഈ മത്സരിച്ചാൽ UDF കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗും ഔദ്യോഗികമായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഈ CPM BJP ഡീലുണ്ട് എന്ന് നിരന്തരം UDF നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 10 മണ്ഡലങ്ങളിൽ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ്. ഏതൊക്കെയാണ് 10 മണ്ഡലങ്ങൾ എന്ന് പക്ഷേ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, മനസ്സിലാക്കിയാൽ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാന്ന് പറയാനുള്ള മൗഢ്യം അദ്ദേഹത്തിനില്ല. എന്നാൽ കാപട്യം അദ്ദേഹത്തിനുണ്ട്. മനസ്സിലായോ? രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാന്ന് പറയാനുള്ള മൗഢ്യം കേരള മുഖ്യമന്ത്രിക്കില്ല. അതിനുള്ള കാപട്യമൊന്നുമില്ല. അതുതന്നെയാണ് ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. നോക്കൂ, ഇപ്പോൾ വികസന വിഷയങ്ങളിൽ ഊന്നിയാണ് LDFന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡീൽ ആരോപണത്തിൽ ചുറ്റിത്തിരിഞ്ഞു പോവുകയാണോ? അതൊരു വിഷയം. വികസനവും പറയാം, രാഷ്ട്രീയവും പറയാം. വികസനം പറയാൻ ധൈര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന്റെ ധൈര്യക്കേടല്ലേ? അദ്ദേഹം വിഴിഞ്ഞത്തെ എതിർത്ത ആളല്ലേ? എന്ത് മേജർ പ്രോജക്റ്റാ ഉള്ളത്? പൈപ്പ് ലൈനിന് എന്താ ഇത് മണ്ണിനടിയിൽ കുഴിച്ചിരുന്ന ബോംബാന്ന് പറഞ്ഞ ആളല്ലേ മന്ത്രി? ഗെയിൽ പൈപ്പിനെ മണ്ണിനടിയിൽ കുഴിച്ചിരുന്ന ബോംബാന്ന് പറഞ്ഞ ആളല്ലേ? സമരം ചെയ്തവരല്ലേ? ഇപ്പൊ നമ്മള് ഈ BJP CPM ഡീലിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. അപ്പൊ ഇന്നലെ കോഴിക്കോട് റാലി നടന്നു. ഇവിടെ സാധാരണ നിന്ന് വിഭിന്നമായി കേന്ദ്ര നേതാക്കൾ എല്ലാവരും തന്നെ, മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും ഓൺലൈനിൽ രാഹുൽ ഗാന്ധി ആയാലും മറ്റു നേതാക്കളൊക്കെ CPM BJP ഡീലിനെ വളരെ ശക്തമായി ആ വാദം ഉന്നയിക്കുന്നുണ്ട്. അതൊരു റിയാലിറ്റി ആയതുകൊണ്ട് അത് NDA മുന്നണിയിൽ ഒരു ശൈഥില്യം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഡെവലപ്മെന്റ് വരട്ടെ. മഞ്ചേശ്വരത്ത് ഇപ്പോൾ SDPI കാൻഡിഡേറ്റ് വരുന്നതിന് എങ്ങനെയാണ്? അതിപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ നോക്കി കാണാം. ഇത്തവണ SDPയുടെ പിന്തുണ UDFനുണ്ടോ? ഇല്ലില്ല. അവരിന്നലെ പറഞ്ഞത് ഓരോ നിയോജകമണ്ഡലത്തെ ആശ്രയിച്ചായിരിക്കും. SDPI അങ്ങനെ CPMുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചു എന്ന് കരുതുന്നുണ്ടോ? അതറിയില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമല്ല, നിലപാടുകൾ വ്യക്തമല്ല. ചർച്ച നടക്കുന്ന ഞാൻ മനസ്സിലാക്കി. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകുന്ന ഗ്യാരണ്ടികളുണ്ടല്ലോ, സ്ത്രീകൾക്കുൾപ്പെടെ KSRTCയിലെ സൗജന്യ യാത്ര, 3500 രൂപ പെൻഷനാകുമെന്നത് ഉൾപ്പെടെയുള്ളവ, അത് എല്ലാം വോട്ടാകും, ജനങ്ങൾക്ക് വലിയ പ്രതികരണം അതിന് അനുകൂലമായിട്ടുണ്ടാവും.
ഇടത് സൈബർ ഹാൻഡിലുകൾ 600 രൂപ പോലും പെൻഷൻ നൽകാൻ കഴിയാത്ത സർക്കാർ UDF സർക്കാർ എങ്ങനെയാണ് 3500 രൂപ നൽകുക എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ അത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കർണാടകത്തിലും തെലങ്കാനയിലുമെല്ലാം നടത്തി പ്രായോഗികമായി വിജയിപ്പിച്ച പദ്ധതികളാണ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. നല്ല സ്കീമുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്താൽ 100 സീറ്റിൽ വിജയിക്കുമെന്നാണ് യുഡിഎഫിന്റെ പ്രത്യാശ. 100 സീറ്റുകൾ, ഓക്കെ, പ്രത്യാശ അതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇന്നലെ PJ കുര്യൻ പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് വായിക്കണം. ആകാൻ സാധ്യതയുണ്ടെന്നാണ്. ആവുമെന്ന് പറഞ്ഞില്ല. ഞാനത് കൃത്യമായിട്ട് നോക്കി. ആകാൻ സാധ്യതയുണ്ട്. ഹൈക്കമാൻഡ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞെങ്കിൽ അദ്ദേഹം ആവും. വേറൊരു പേരാ പറയുന്നെങ്കിൽ ആ പേരാവും. അതാണ് PJ കുര്യൻ സാറും പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെ സാധ്യത മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലല്ല, അത് അദ്ദേഹത്തെ സ്റ്റേജിൽ എടുത്തിക്കൊണ്ട് അതേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ സതീഷിനാണ് സ്റ്റേജിങ്, സതീഷ് അങ്ങനെ പറയും. അതൊക്കെ രാഷ്ട്രീയത്തിലെ ഒരു കലയല്ലേ. ശരി, ഇനി കണ്ണൂരിലേക്ക് വന്നാൽ കെ സുധാകരൻ പൂർണ്ണമായി തൃപ്തനായോ? ഇന്നലെ അദ്ദേഹം കോഴിക്കോട് മീറ്റിംഗിനുണ്ടായിരുന്നു. വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിന് മാത്രം ഇളവ് നൽകാനുള്ള ഒരു ആലോചന നടന്നിരുന്നില്ല യഥാർത്ഥത്തിൽ. ഓക്കെ, അപ്പോ അദ്ദേഹം രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് അല്പം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അല്പം ഒഴിഞ്ഞു മാറിയാണ് സംസാരിക്കുന്നത്. കെ സുധാകരനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. PJ കുര്യന്റേത് ഒരു രാഷ്ട്രീയ കലയാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി. മാത്രമല്ല 100-ലധികം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് UDF എന്നുകൂടി അദ്ദേഹം ഉറപ്പിച്ചു. വലിയ ആത്മവിശ്വാസം തന്നെ ശരി, പറയുകയാണ്. നൗഫലും ദിവ്യയുമാണ് ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. തീപാറും പോരാട്ടം, മണ്ഡല പര്യടന വാഹനം അതിന്റെ യാത്ര പുരോഗമിക്കുകയാണ്.